Dear friends, welcome to Dr. Sukhur Vlogs by Dr. Suresh Kumar. അപ്പോൾ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡാണ്. ഓക്കെ, കണ്ടതുകൊണ്ട് സെക്കൻഡ് എപ്പിസോഡിൽ നിൽക്കുന്ന വേണ്ടിയില്ല. അപ്പോൾ നിങ്ങൾ എന്നെ കുറച്ച് നാളുകൂടി സഹിക്കും ഞാൻ കരുതട്ടെ. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ HIV പകരുന്ന ഏതൊക്കെ വഴി, കാരണം എന്നാലേ അതെങ്ങനെ നമുക്ക് ഇതിനെ പകരാതെ നോക്കാൻ ഒക്കുള്ളൂ എന്ന് മനസ്സിലാക്കാൻ ഒക്കും. കാരണം വന്നു കഴിഞ്ഞാൽ ഇപ്പം ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ട്രീറ്റ്മെന്റ് ലൈഫ് ടൈം ട്രീറ്റ്മെന്റ് ഉണ്ട്. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ 8 വർഷം 10 വർഷം ജീവിച്ചിരുന്നത് ഓൾമോസ്റ്റ് നോർമൽ ലൈഫ് സ്പാനിന്റെ ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ അസുഖം എത്തിയിട്ടുണ്ട്. ആൻഡ് അനദർ തിങ് ഇസ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇസ് ടോട്ടലി ഫ്രീ ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മൾ ഇതിന്റെ മരുന്നുകളെല്ലാം തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് വരാത്തവരെ തപ്പി പിടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പണ്ടത്തെ പോലെ HIV വന്ന് മരിച്ചു പോകുന്നവരെ, ഷോർട്ട് ടേമിൽ മരിച്ചു പോകുന്നവരെ കാണാൻ ആ നോർമൽ ലൈഫ് സ്പാൻ അവർ ജീവിച്ചു തീർത്ത് പോകുമ്പോൾ തന്നെ ഓക്കെ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. പണ്ട് HIV വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് an incurable disease. It is a disease which once it comes cannot be cured, but it does not spread easily. എന്നായിരുന്നു ആദ്യം ഞാൻ ഇതിന്റെ ക്ലാസ് ആദ്യം HIV പറ്റി അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്നെ പഠിപ്പിച്ചത്. അന്ന് ചികിത്സയില്ല, പക്ഷെ പെട്ടെന്ന് പകരുന്ന അസുഖമല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇറ്റ് ഈസ് എ ക്രോണിക് മാനേജബിൾ ഇൽനെസ് ലൈക്ക് ഹൈപ്പർ ടെൻഷൻ ഓർ ഡയബറ്റീസ്. ഇപ്പൊ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണ്ടേ? അതുപോലെ തന്നെ HIV-ക്കും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ചില കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഡയബറ്റീസ് ആണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇത് സോക്കോൾ പഥ്യങ്ങൾ എന്ന് പറയുന്നില്ലേ. അതായത് ഇപ്പോൾ ഡയബറ്റീസുകാരൻ ദിവസവും പായസവും ജിലേബി അടിച്ചു കഴിയുമ്പോൾ പണി കിട്ടുമോ ഇല്ലയോ? അതുപോലെ തന്നെ HIV-ക്കും ചില കാര്യങ്ങൾ HIV പോസിറ്റീവ് ആയിട്ടുള്ളവർ മരുന്ന് കഴിക്കുകയാണെങ്കിൽ പോലും അവർ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ ഇറ്റ് ഇസ് എ കൺട്രോളബിൾ ഡിസീസ്. പണ്ട് പഴയ ആ ഭീകരത എന്ന് പറയുന്ന സാധനം പോയി. ബട്ട് സ്റ്റിൽ ഒരു മെനക്കെട്ട അസുഖമാണ്. പൂർണ്ണമായിട്ട് നമ്മളെ കൊണ്ടേ പോകാറുള്ളൂ. അപ്പോ നമുക്കിത് എങ്ങനെ പകരുന്ന, മെയിനായിട്ട് ഇത് പകരുന്നത് ലൈംഗിക ബന്ധത്തിൽ. ലൈംഗിക ബന്ധത്തിലൂടെ മാത്രം പറഞ്ഞു പറ്റില്ല, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ. അപ്പൊ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഈ ലൈംഗിക ബന്ധത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. കാരണം രക്തദാനം വഴി, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, രക്തദാനം വഴിയും HIV പകരും. അതും രക്തദാനം വഴി പകരും. ചാൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 100% ചാൻസ് ആണ് HIV ബ്ലഡ് വഴി കിട്ടാൻ. എങ്കിൽ ലൈംഗിക ബന്ധം വഴി കിട്ടാനുള്ള സാധ്യത 0.1 to 1%, വളരെ കുറവ്. പക്ഷെ നമ്മളൊരു സ്റ്റഡി നടത്തി നോക്കിയപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച എന്താന്ന് വെച്ചാൽ, ബ്ലഡ് വഴി പകരുന്നത് ഇൻ റിയാലിറ്റി നമ്മൾ കണക്കെടുത്ത് HIV വഴി എത്രണ്ണം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കണക്കെടുത്ത് നോക്കിയപ്പോൾ നമ്മൾ നോക്കിയത് 0.1 to 1% മാത്രം ആൾക്കാർക്ക് ബ്ലഡ് വഴി കിട്ടിയിട്ടുണ്ട് ഇത്രയും കാലത്തിനിടയിൽ. എങ്കിൽ ലൈംഗിക ബന്ധം വഴി കിട്ടിയിരിക്കുന്നത് 85 to 86% ആൾക്കാർക്കും ലൈംഗിക ബന്ധം വഴിയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളാള് ശരിയല്ല അല്ലേ? നമ്മളെല്ലാം വളരെ ഡീസൻ്റ് ആണെന്നാ പറയപ്പെടുന്നത്. പക്ഷെ എന്നാലും
ഈ കിട്ടിയിരിക്കുന്നവർക്കൊക്കെ മെയിനായിട്ട് വന്നിരിക്കുന്നത് ലൈംഗിക ബന്ധം വഴിയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഒന്ന്, വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം ഉണ്ടാവാതെ നോക്കുക. അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ജനറേഷനെ പറ്റി പറയേണ്ടി വരും. എന്നെ തല്ലാൻ വരണ്ട. ഇപ്പോഴ് ഒരുപാട് പേര് അൺമാരീഡ് ആയിട്ടുള്ളവര് നമ്മുടെ നാട്ടിലുമുണ്ട്, പുറത്തുമുണ്ട്. ഈ പറയുന്ന പോലെ കാഷ്വൽ സെക്സ് എന്ന് പറയുന്നത് ഒരു നോമായിട്ടുണ്ട് പലയിടത്തും. അതായത് അവരൊന്നിച്ച് പറഞ്ഞ സ്റ്റേയിങ് ടുഗദറെന്നോ ലിവിങ് ടുഗദറെന്നോ കല്യാണം ഒരു അനാവശ്യ പരിപാടിയാണ്. അതൊക്കെ ചിന്താഗതി കുഴപ്പമില്ല. പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ HIV എന്നൊരു സാധനം കൂടെ ഉണ്ടെന്നുള്ളൊരു കാര്യം ഓർമ്മ. കാരണം കാഷ്വൽ റിലേഷൻഷിപ്സ്, ഇതൊക്കെ കാഷ്വൽ റിലേഷൻഷിപ്സ് ആണ്. ഇതൊക്കെ കല്യാണം ആകാം, ആകാതിരിക്കാം. പക്ഷെ കാരണം ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആര് വേണം തേച്ചിട്ട് പോകാം. പയ്യനും തേക്കാം, പെണ്ണും തേക്കാം. പക്ഷെ തേച്ചിട്ട് പോയി കുറച്ചാൾ സങ്കടപ്പെട്ടൊക്കെ ഇരുന്നു, അതിൽ തീർന്നു. പക്ഷെ ഇവര് HIV പോസിറ്റീവായോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റി ഇവരാരും ശ്രദ്ധിക്കാറില്ല. ഇവരിത് അറിയുന്നത് ഇവര് മര്യാദയ്ക്കൊരു കല്യാണം കഴിച്ച് അതിൻ്റെ ഐദർ അബോർഷൻ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഗർഭിണിയായ ശേഷം ഉള്ള HIV ടെസ്റ്റ്, മാൻഡേറ്ററി HIV ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഇതിലാരോ ഒരാള് HIV പോസിറ്റീവ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു കുടുക്ക്. പിന്നെ പ്രേമിക്കുന്നത് തെറ്റൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രേമമുണ്ട്. ഈ പ്രേമിക്കുന്നവര് പണ്ടൊക്കെ ഈ അടുത്ത കാലത്ത് ആരുടെയോ ഒരു വീഡിയോ കണ്ടു. പണ്ടത്തെ പ്രേമം എന്ന് പറഞ്ഞാൽ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പ് പാട്ടുകളും ആ ടൈപ്പ് അത് വെച്ചിട്ടാണ് അത് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും. ഫേസ്ബുക്കിലൊക്കെ വളരെ ഒരു വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണത്. പണ്ടത്തെ തൊട്ടു തൊട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, കെട്ടിപ്പൂടിടാ എന്ന് പറയുന്നുള്ള ആ ടൈപ്പാണ്. അതായത് പ്രേമം എന്നൊക്കെ പറയുന്നതിനേക്കാൾ അവര് ഫിസിക്കൽ റിലേഷൻഷിപ്സിനാണ് കൂടുതൽ ഈ പ്രേമം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ പ്രേമം എന്ന് പറയുന്നത് കുറെ മോർ ഫിസിക്കലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് സെക്ഷൽ റിലേഷൻഷിപ്പിലോട്ട് കൂടുതൽ പോകുന്നുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. നമ്മള് ഡിനൈ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ പക്ഷേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവര് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ, രണ്ട് പാർട്ട്നേഴ്സും സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ആർക്ക് വേണോ പണി വരാം. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കഥ പറയാം. ഞാൻ ഈ HIV ഫീൽഡ് ഒരുപാട് കാലമായിട്ട്, ഇപ്പോഴാണ് കുറച്ചൊരു 4-5 വർഷമായിട്ട് ലോ പ്രൊഫൈലിൽ നിൽക്കുന്നത്. മറ്റേ ഞാൻ കേരളം മുഴുവൻ കൂടി നടന്ന ക്ലാസ് എടുത്തിട്ടുണ്ട്. 100 സ്ഥലങ്ങളിൽ പോയി ചെന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നാട്ടുകാർക്കും, അത് നാട്ടുകാരുടെ ഇടയിലും ഉണ്ട്, ഡോക്ടേഴ്സിന്റെ ഇടയിലും ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എന്നെ പറ്റി അറിഞ്ഞു കേട്ട് ഒരാള് എന്നെ ഫോൺ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, സർ എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണം. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? സർ ഭയങ്കര അത്യാവശ്യം ഇതാണ്. അപ്പൊ ഞാൻ അന്ന് എറണാകുളത്ത് വർക്ക് ചെയ്യാണ്. പക്ഷെ ഞാനന്ന് ട്രിവാൻഡ്രത്തിന്റെ വീടാണ്. ഞാൻ ട്രിവാൻഡ്രത്തൊന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ കൊച്ചിയിലല്ലോ, ഞാനിപ്പോ ട്രിവാൻഡ്രത്ത്. അയ്യോ സാർ, ട്രിവാൻഡ്രത്താണെങ്കിൽ സൗകര്യമാണ്. എനിക്ക് അവിടുന്ന് വളരെ അടുത്താണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്കിവിടെ കൺസൾട്ടേഷൻ റൂമൊന്നുമില്ല, ഏതായാലും ബാ, നമുക്ക് വേണ്ടത് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു,
എൻ്റെ കാറും എടുത്ത് പുള്ളി ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബസ് സ്റ്റാൻഡിൽ വന്നു. ഞാൻ കാറിൽ പിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഡേയ് നീ അതിനൊക്കെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നീ പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു എഞ്ചിനീയറാണ്. പുള്ളി റിഗ് എഞ്ചിനീയർ. പുള്ളി ഒരു 6 മാസം മറ്റോ ഓഫ് ഷോർ പരിപാടി. അത് കഴിഞ്ഞ് 6 മാസം കരയിലോട്ട് പോയി. അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാല്, നാട്ടിൽ വേറെ പ്രത്യേകിച്ച് പുള്ളി കമ്പനിയൊന്നും ഇല്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാല് കാശ് ആവശ്യം വരും, ആടിക്ക് പൊളിച്ച് തകർത്ത് അങ്ങനെ നടക്കും. അപ്പൊ അങ്ങനെ പുള്ളി ദുബായിലെ സ്ഥലമൊന്നും പുള്ളി പറഞ്ഞില്ല, ഏതൊരു സ്ഥലത്ത് പോയി എന്ത് ചെയ്തു, നല്ല അടിച്ചു പൊളിച്ചു. ഫോറിൻ ഇവരൊക്കെ കിട്ടിയപ്പോഴത്തേക്കും പുള്ളിയും ഭയങ്കര ഖുഷിയായിരുന്നു. അടിച്ചു പൊളിച്ച് തകർത്ത് കഴിഞ്ഞു, ഇതായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പുള്ളി വീണ്ടും തിരിച്ചു ജോലിക്ക് കയറി. അപ്പൊ അങ്ങനെ ആ ഇടയ്ക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാല്, പുള്ളിയുടെ വീട്ടുകാർ വിചാരിച്ചു ഇവനെ ഇങ്ങനെ അഴിച്ചു വിട്ടാ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പുള്ളിക്കൊരു കല്യാണമല്ലോ വെച്ച് എന്ത് പറ്റി, പുള്ളി പോയി. ഏതായാലും ഇതുപോലെ ഒരു പനി പറ്റിയാണല്ലോ, പുള്ളി എന്ത് ചെയ്തു, അത് കല്യാണം ആലോചിച്ച് അല്ല, ഈ ഒരു സംഗതി കഴിഞ്ഞിട്ടൊരു 2 ആഴ്ചക്കകത്താണ് ഈ കല്യാണത്തിൻ്റെയൊക്കെ പെട്ടെന്ന് സെറ്റായത്. വീട്ടുകാരതിൻ്റെ കണ്ടുവച്ചു. അപ്പൊ ഇനി പുള്ളി വന്ന് അത് കൺഫേം ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുന്നു, പുള്ളി വേഗം പോയി ചെന്ന് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തു. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ഓഫ്കോഴ്സ് VDRL എന്ന് പറയുന്ന കോമൺ ആയിട്ട് സിഫിലിസും മറ്റേതിൻ്റെയൊക്കെ ഉള്ള ടെസ്റ്റും HIV ടെസ്റ്റും ഒക്കെ അവിടെ എടുത്തു. HIV ടെസ്റ്റ് ഒക്കെ എടുത്തപ്പോഴത്തേക്ക് നെഗറ്റീവ്, ഷാർപ്പായിട്ട് എന്ന് വിചാരിച്ചും ചെയ്തു. എല്ലാം കഴിഞ്ഞ് പോയി ചെന്ന് കല്യാണം കഴിച്ചു. എന്ത് പറ്റിയാന്ന് വെച്ചാൽ, പുള്ളിക്കൊരു ബെറ്റർ ഓഫർ തന്നു. പിന്നെ പുള്ളിക്കെന്ന് വെച്ചാൽ അത് ഒരെണ്ണത്തിൽ നിന്ന് എവിടെ ബെറ്റർ കിട്ടുന്ന അങ്ങോട്ട് ചാടുക എന്നുള്ളതാണല്ലോ ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേരുടെയൊക്കെ വെച്ചാൽ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഓഫർ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുക. അപ്പൊ ആ രീതിയിലാണല്ലോ. അപ്പൊ പുള്ളി എന്ത് ചെയ്തു, വേറൊരു പുതിയ കമ്പനിയിൽ കിട്ടി. അപ്പൊ നാട്ടിൽ വന്ന് വിസ മാറ്റിയിട്ട് തിരിച്ചു പോകണം. അപ്പൊ അതിനുവേണ്ടി അന്ന് ബോംബെയിലാണ്, ഒരുപാട് കാലം മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. കാരണം പിന്നെ ഞാൻ ഈ പറയുന്ന കഥകളും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആർ ഓൾ റിയൽ. പറഞ്ഞ പോലെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. ദേ ആർ റിയൽ, ദേ എക്സിസ്റ്റ് ഇൻ ദിസ് റിയൽ വേൾഡ്. ഓക്കെ, ഞാൻ കണ്ടിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ട് കൗൺസിൽ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ കഥകളാണ് ഞാൻ ഇതിനകത്തുള്ള പറയാൻ പോകുന്ന. പലരുടെയും അതൊക്കെ ആയിരിക്കും, പക്ഷെ ഓഫ്കോഴ്സ് അവരുടെ ഐഡന്റിറ്റി സീക്രട്ടായിട്ട് വയ്ക്കുന്നതാണല്ലോ ഒരു മര്യാദ. അതുകൊണ്ടാണ് ഞാൻ പലതിലും മറ്റേ എന്താണ്, ഒരു വ്യാജ ഡോക്ടറിന്റെ പോലെ ഞാൻ പേര് പറയാത്തതിന്റെ കാര്യം അത്. അപ്പോ അവിടെ ചെന്ന് കുറെ കൂടെ നല്ല, അവിടുത്തെ റിസൈൻ ചെയ്തിട്ടാണല്ലോ വന്നത്. ബോംബെ ചെന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് ഒരു നേരെ കയ്യിലോട്ട് കൊടുത്തു. നോക്കിയപ്പോഴത്തേക്കും റിജക്റ്റഡ്. നോക്കിയപ്പോഴത്തേക്കും HIV പോസിറ്റീവ്. പുള്ളി ഫുൾ തകർന്നു പോയി. അപ്പൊ പുള്ളി വിചാരിച്ചത് എന്താ പറ്റിയത്, ഇവന്മാര് കള്ളം പറയുകയാണോ? കാരണം പുള്ളി ദുബായിൽ പോയി ടെസ്റ്റ് ചെയ്തതാണ്. അന്ന് നെഗറ്റീവ് കണ്ട കേസ് ഇപ്പൊ പെട്ടെന്ന് പോസിറ്റീവ് ആയത് എന്താണ്, ഇവന്മാരെന്നെ ചതിക്കുകയാണോ, ആരോ ചതിക്കുകയാണ് എന്നൊക്കെ വിചാരിച്ച പുള്ളി ഭയങ്കര. പിന്നെ ഈ ഒരു സംഗതി പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെടുത്തും ചോദിക്കാനും ഒരു മടിയാണ്. പിന്നെ ആ കാലത്ത് ഡോക്ടേഴ്സും ഇതുപോലെ തന്നെ HIV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടിത്തള്ളും. ഡോക്ടേഴ്സിന് എപ്പോഴും HIV രോഗികളോടൊരു
ഇപ്പോഴും ഏകദേശമൊക്കെ തന്നെ. കാരണം ഞാൻ ക്ലാസ് എടുക്കാൻ നേരത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, സാറേ HIV പോസിറ്റീവ് വന്നാൽ ഞാൻ സാറിന് വിട്ടേക്കാം. കാരണം ആൾക്കൊരു പേടിയാണ്. ഇതൊക്കെ നമ്മൾ ഈ ഡോക്ടേഴ്സിനെയും നാട്ടുകാരെയും ഒക്കെ ക്ലാസ് എടുത്ത് കഴിഞ്ഞാലും ആൾക്ക് പേടിയാണെന്നുള്ളത് സത്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെന്ന് ചോദിക്കാനും പേടിയാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കാരണം ആ റിസൾട്ട് ആ പേഷ്യന്റെ കയ്യിൽ വെറുതെ കയ്യിൽ കൊടുക്കുകയായിരുന്നു. ഞാൻ ടെസ്റ്റിങ്ങിനെ പറ്റി വീണ്ടും പറയും. അപ്പോഴത്തേക്കും ഞാൻ ഇതിന്റെ അതിൽ വന്ന അപാകതകളും ഇപ്പോഴത്തെ ടെസ്റ്റിംഗ് മെത്തേഡ് എന്താണെന്നുള്ളതിനെ പറ്റി ഞാൻ വീണ്ടും പറഞ്ഞു. അപ്പൊ ഇത് കിട്ടിയപ്പോൾ ഓഫ്കോഴ്സ് ആരെ പോലും പുള്ളി ടോട്ടലി ഡിപ്രസ്ഡ് ആയി. പുള്ളി എന്ത് വെച്ചാൽ അവിടെ ചെന്ന് ലോക്കൽ ട്രെയിനിന്റെ കുറുകെ ചാടി. ഭാഗ്യത്തിന് നിർഭാഗ്യത്തിനോ മരിച്ചില്ല. ഇടതുവശത്തുള്ള 6-7 വാരിയല് പൊട്ടി, കൈയൊക്കെ മൾട്ടിപ്പിൾ ഫ്രാക്ചർ അടിച്ചു, കാല് മൾട്ടിപ്പിൾ ഫ്രാക്ചർ അടിച്ചു. ഒരു പൊക്കി എടുത്തുകൊണ്ട് വന്ന് ഒരു ഹോസ്പിറ്റലിലോട്ട് ഇട്ടു. എന്നിട്ട് വീട്ടിൽ വിളിച്ചു പറഞ്ഞു. നാട്ടിൽ നിന്ന് അച്ഛൻ വന്നു. അച്ഛന് ഒരു പ്രായമായ വ്യക്തിയാണ്. കാരണം അവര് പിന്നെ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഒരു പ്രായമായ വ്യക്തി, പാവം. എനിക്കറിയാം പുള്ളിയുടെ ആ ഒരു മെന്റൽ എന്തായിരിക്കും എന്നുള്ളത്. ആ ഒരു സ്വന്തം മകൻ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും അയാൾ കട്ടിലിൽ കിടക്കുന്നു, ഇയാൾ തറയിൽ കിടക്കുന്നു. പ്രായമുള്ള അച്ഛൻ ഏകദേശം ഒരു 6 മാസത്തോളം അവിടെ കിടന്നു. ബോൺസ് ഒക്കെ ഒരുമാതിരി സെറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി ഒരുമാതിരി സെറ്റാക്കിയിട്ട് നാട്ടിൽ വന്നു. ഈ അച്ഛൻ പുള്ളിയെ കൊണ്ട് നാട്ടിലോട്ട് വന്നു. അപ്പൊ ഇത് അറിഞ്ഞോടുകൂടി തന്നെ ആ കല്യാണം മുടങ്ങി. അത് രണ്ട് വഴിക്ക് പോയി. ഓക്കെ. എന്നിട്ട് അവര് ആ കുട്ടിയെ കൊണ്ട് ടെസ്റ്റ് ചെയ്തു. കുട്ടി ഫോർച്ചുനേറ്റ്ലി HIV നെഗറ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞ് വേറെ കല്യാണം കഴിച്ചെന്നാണ് ഒടുവിൽ അറിഞ്ഞത്. എവിടെയാണേലും ഒരു സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അത്രയല്ലേ നമുക്ക് പറയാനൊക്കെയുള്ളൂ. അപ്പോൾ ഇനി പുള്ളിയുടെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞ് പുള്ളി ആ ഡിപ്രഷൻ സ്റ്റേജ് മാറിയിട്ടില്ല. അപ്പൊ പുള്ളി അടുത്ത് ആരോ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ അടുത്തെന്തോ മരുന്നുണ്ട്, HIV മുഴുവൻ മാറ്റിക്കളയും എന്ന് പറഞ്ഞാണ് പുള്ളി എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ നമുക്ക് അന്നത്തെ സ്ഥിതിയിൽ നമുക്കറിയാമല്ലോ, HIV അന്ന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഓർ ഇറ്റ് ഇസ് ദ പ്രിലിമിനറി സ്റ്റേജ്. അങ്ങനെ കോമൺ ആയിട്ട് പുറത്ത് മരുന്ന് കിട്ടി തുടങ്ങുന്ന ഒരു കാലമല്ല. അപ്പോ പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമുക്ക് കേരളത്തിൽ പലയിടത്തും HIV പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടായ്മകളുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും ഉണ്ട്. ട്രിവാൻഡ്രത്തും ഉണ്ട്, എറണാകുളത്തുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്. അതിൽ ട്രിവാൻഡ്രത്തുള്ളിടത്ത് ഞാൻ പണ്ട് സ്ഥിരമായിട്ട് പോവുമായിരുന്നു, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമായിരുന്നു. ഇതുപോലെ ദീപാവലിക്ക് വരുമ്പോൾ എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങിച്ചു. പാവങ്ങൾ അവിടെ എന്തെങ്കിലുമൊക്കെ ബുക്ക് ബൈൻഡിങ്, പിന്നെ ഈ ചെറിയ ചെറിയ ക്യൂറിയോസ് ഉണ്ടാക്കല്, ഇങ്ങനെയൊക്കെ അവർക്കും ജീവിക്കണ്ടേ. HIV പോസിറ്റീവായി എന്ന് വെച്ചിട്ട്. പിന്നെ വേറൊരു കാര്യം അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പോസിറ്റീവ്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാര് നമ്മുടെ അടുത്ത് വന്ന് അവരുടെ അനുഭവങ്ങൾ. അപ്പൊ നമ്മൾ ഈ HIV എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള, അല്ലാതെ പലർക്കും ഈ HIV എന്ന് പറയുന്നത് എവിടെയോ നമ്മൾ പത്രത്തിൽ വായിക്കുന്ന, അല്ലെങ്കിൽ ഇതിനായിട്ടുള്ള ഒരു ആളെന്നെ പറയും. പക്ഷെ ലൈവായിട്ടൊരു HIV പോസിറ്റീവ് വന്നിരുന്ന അവര് വന്ന വഴികൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറെ കൂടെ തലയ്ക്ക് വെളിച്ചം വീഴും. നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നൊക്കെ ഞാൻ വരുമ്പോ എന്തെങ്കിലും ഈ മീറ്റിംഗ് നടത്തുന്ന ആരാന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ഫീസ് വാങ്ങിച്ചു. കാരണം അവർ മെനക്കെട്ട് വരുന്നതല്ലേ. 2 മണിക്കൂർ സംസാരിക്കും, 1 മണിക്കൂർ അവർക്കും ഒരു സ്ലോട്ട് കൊടുത്ത് സംസാരിക്കാനായിട്ട്.
ആളുകൾ കുറച്ചുകൂടെ ഇമ്പ്രസ്ഡ് ആവുകയും ചെയ്യും. അപ്പൊ അതിനുവേണ്ടി അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ട്രിവാൻഡ്രത്തുള്ള എറണാകുളത്തുള്ള ഇവരുമായിട്ട് ഞാൻ നല്ല കോണ്ടാക്ട് ഉള്ള ഇതായിരുന്നു. അപ്പൊ അവരടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ ഒരാളെയും കൊണ്ട് വരും, നിങ്ങളാണ് അതിൽ ഏറ്റവും നല്ലത് മാനേജ് ചെയ്യാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ കഥ എല്ലാം കേട്ട് ഞാൻ നേരെ കൊണ്ടുവന്ന് ഇവരുടെ ഓഫീസിനകത്തോട്ടം കയറിയേറ്റുന്നത്. അപ്പൊ പുള്ളി ചോദിച്ചു, ഇതെന്താണ് ഇവിടെ പോന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ചെറിയ ആവശ്യമുണ്ട്, 10 മിനിറ്റത്തെ ആവശ്യം, നമുക്ക് ഇപ്പം പോകാം. ഞാൻ പുള്ളി അടുത്തൊന്നും പറഞ്ഞു. വണ്ടിക്കകത്തിരിക്കും, ചൂടല്ലേ, ഇറങ്ങി നമുക്കവിടെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുണ്ടാക്കിയപ്പോ ഞാൻ പറഞ്ഞിരുന്ന വ്യക്തി ഒരു മീറ്റിംഗ്, ഞാനും പുറത്തിരുന്നു, പുള്ളി പുറത്തിരുന്നു. എന്നെ ആളെവിടെയും ചോദിച്ചപ്പോൾ അകത്തിരിപ്പുണ്ടെന്നു. ഞാൻ പറഞ്ഞു വരട്ടെ, ഞാൻ ഇരിക്കാം. കുറച്ച് കഴിഞ്ഞ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവരൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ പതുക്കെ, അപ്പോൾ ഞാൻ പറയും ബാ അകത്തോട്ടിരിക്കാന്ന് പറഞ്ഞു. ഞാൻ എന്തിനു വരുന്നത്? ഞാൻ പറഞ്ഞു സാരമല്ല ബാ അകത്തോട്ടിരിക്കാന്ന് പറഞ്ഞു. പക്ഷെ ആരോ ചോദിച്ചു, എത്ര നാളായിട്ട് ചെവി പോസിറ്റീവ് ആണെന്ന് ചോദിച്ചു. പുള്ളി ഒരൊറ്റ വിസിബിളി ഞെട്ടി. കാരണം പുള്ളി എക്സ്പെക്ട് ചെയ്തില്ല. അത് പുള്ളി ഇത് ഭയങ്കര ഒളിച്ച് ഗോപ്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇവരെന്ത് പറഞ്ഞു, അപ്പൊ വേറൊരാൾ പറഞ്ഞു, ഞാൻ HIV പോസിറ്റീവാണ്, ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് HIV പോസിറ്റീവാണ്. അപ്പൊ വേറൊരാൾ പറഞ്ഞു, ഞാൻ 8 വർഷമായിട്ട് HIV പോസിറ്റീവാണ്. അപ്പൊ വേറൊരാൾ പറഞ്ഞു, ഞാൻ 5 വർഷമായിട്ട് HIV പോസിറ്റീവാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ആ ഔട്ട്ലുക്കും അതൊക്കെ മൈൻഡ് സെറ്റ് ആവും. കാരണം നമ്മൾ ഈ HIV പോസിറ്റീവ് ആകുമ്പോൾ തന്നെ നമുക്കുള്ള ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ, ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ HIV പോസിറ്റീവ്, ബാക്കി എല്ലാ HIV പോസിറ്റീവ് അല്ലാത്ത സോക്കോൾഡ് നല്ല ആൾക്കാരാണ്, ഞാൻ മാത്രം വൃത്തികെട്ട HIV പോസിറ്റീവുകാരനാണെന്നൊരു ഫുൾ ഇങ്ങനെ ഒരു ഇരുണ്ട ലോകമാണ് പുള്ളി കാണുന്നത്. പക്ഷെ എന്നെ പോലെയുള്ള കൂടുതൽ ആൾക്കാർ ഈ ലോകത്തുണ്ടെന്നും അവർ ജീവിക്കുന്നുണ്ടെന്നും അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്നും കാണുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അയാൾക്കൊരു വ്യത്യാസം വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് ഇവിടെ സംസാരിക്കാൻ വിട്ടിട്ട് ഞാൻ പതുക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കാറിനകത്ത് വന്നിരുന്നു. പാട്ട് പോയി കേട്ട് ഞാൻ കാറിനകത്ത് ഒരു 1.5 മണിക്കൂർ എടുത്തു. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പുള്ളി പുറത്തു വന്നു. ഒന്നും വേണ്ടിയില്ല. അപ്പൊ ഞാൻ അവരെടുത്ത് ഞാൻ ഒരു ടാറ്റ വണ്ടിക്കകത്തിരുന്ന ടാറ്റ ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി വണ്ടി കയറി, ഞാൻ വണ്ടി എടുത്തു. ഞാൻ ജസ്റ്റ് ട്രിവാൻഡ്രം ടൗണിൽ കൂടെ തന്നെ വണ്ടി ഓടിച്ച് ഞാൻ പോവുകയാണ്. പുള്ളി കുറച്ച് നേരം പോക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുത്ത് പുറത്തോട്ട് ഇറങ്ങി. ഞാൻ അതിനെപ്പറ്റി ഒന്നും വേണ്ടിയില്ല. എല്ലാം കഴിഞ്ഞു പറയാൻ നേരം ഏകദേശം ഒരു 15 മിനിറ്റ് അവാർഡ് പടം പോലെ സൈലന്റ് ആയിരുന്നു. കഴിഞ്ഞ പുള്ളി പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഏതാണ് ഏറ്റവും നല്ല ചികിത്സ. കാരണം ഞാനിവിടെ വരുമ്പം ഡോക്ടർ മരുന്നില്ല എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മരിക്കാനായിട്ട് വിഷവും കൊണ്ടാണ് വന്നത്. അതാണ് ഞാൻ എടുത്ത് പുറത്തത്. പക്ഷെ അത്രയും ആൾക്കാരെ കാണുകയും ഇത്രയും പേര് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ജീവിക്കണം, ഞാനിനി മരിക്കുന്നില്ല. പുള്ളി എന്ത് ചെയ്തു, പുള്ളി ഹാപ്പി ആയിട്ട് പോയി. പുള്ളി കേരളം വിട്ട് നോർത്ത് ഇന്ത്യയിൽ ഒരിടത്ത് പോയി ചെന്ന്, കാരണം ഈ ഡിഗ്രി ഉണ്ടല്ലോ, ഡിഗ്രിക്ക് HIV കുഴപ്പമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു ജോലി കിട്ടി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചിട്ട്, സാറേ കല്യാണം കഴിക്കാമോ? ഞാൻ പറഞ്ഞു, ഒരു നോർമലായിട്ട് ഒരാളെ കല്യാണം കഴിച്ച് വെറുതെ അവരുടെ പണി ഉണ്ടാക്കണം, ഒരു HIV പോസിറ്റീവായിട്ട് ഒരാളെ തന്നെ കല്യാണം കഴിക്കുന്നെങ്കിൽ കഴിച്ചോ എന്ന് പറഞ്ഞു. കാരണം അന്ന് ട്രീറ്റ്മെന്റ് ഇല്ല, അത് കഴിഞ്ഞാണ് ട്രീറ്റ്മെന്റ് ഇവോൾവ് ചെയ്തത്. അപ്പൊ അതാണ് ഈ വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ഇതുപോലെയൊക്കെ 8ന്റെ പണി വരും. ഇനി അടുത്തത് വിവാഹേതര ലൈംഗിക ബന്ധം അവോയ്ഡ് ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും വേലിയാടുന്നു.
ഇല്ലേ? ഇപ്പോഴത്തെ കാലത്ത് വെരി കോമൺ. ആണുങ്ങൾ അത്യാവശ്യം വലിയ പോകുന്നുണ്ട്. സ്ത്രീകളും, കാരണം ഒന്ന് മൊബൈൽ ഫോൺ, ദോഷം പറയരുത്, മൊബൈൽ ഫോണും നമ്മളുടെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന ഒരുപാട് പേര് അത് പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു 45 ഒക്കെ ആകുമ്പോൾ മിക്കവാറും ഫാമിലികളിൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ് ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒന്ന് വളർന്നു, ഫൈനാൻഷ്യൽ ആവശ്യങ്ങൾ കൂടുന്നു. ആവശ്യങ്ങൾ കൂടുമ്പോൾ എന്ത് പറ്റുന്നു? ഒന്നുകിൽ ഭർത്താവ് കൂടുതൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഭാര്യയും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഭാര്യയും കൂടുതൽ ജോലി ചെയ്യണം. അപ്പൊ രണ്ടുപേരും പണിയെടുത്ത് തളർന്നാണ് വീട്ടിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ സെക്ഷൽ ഒരു ഇന്റിമസി എന്നൊരു സാധനത്തിന് സമയമില്ലാതെ രണ്ടുപേരും പിന്നെ വീട്ടിൽ വന്ന് പണ്ടാരോ പറഞ്ഞ പോലെ ഈ കല്യാണം കഴിക്കാൻ, ജോലിക്ക് പോകാതെ കല്യാണം കഴിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വീട്ടു ജോലി എടുക്കണം, ബാക്കി സമയം വെറുതെ ഇരിക്കണം. ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വീട്ടു ജോലി എടുക്കണം, ജോലിക്കും പോകണം, ഇരട്ടി പണിയാണ്. സത്യമാണ്. അതെല്ലാ ഹസ്ബൻഡ്സും സഹായിച്ചോണമെന്നില്ല, അല്ലേ? പലരും വരുമ്പോഴത്തേക്കും പലർക്കും ഒരു ചായ പോലും ഇടാൻ പറ്റാത്ത ഭർത്താക്കന്മാരുണ്ട്. ഭാര്യ 2 ദിവസത്തേക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ സ്വിഗ്ഗി പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി ഏകദേശം അത് തന്നെയാണ്. കാരണം ജോലി ചെയ്ത് വീട്ടിൽ എസ്പെഷ്യലി പറയുന്ന പോലെ നല്ല പൈസ കിട്ടുമ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് 2 പേർക്ക് സാലറി ഉണ്ട് എങ്കിൽ പിന്നെ ഇനി വന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി മെനക്കെടുത്തുണ്ടെങ്കിൽ ഞാൻ സ്വിഗ്ഗി ചെയ്യാം എന്ന് പറഞ്ഞ് സ്വിഗ്ഗി ചെയ്ത് ആഹാരം കഴിക്കുന്നു. അപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് വീട്ടിൽ നിന്ന് കഴിച്ചേ പറ്റുള്ളൂ. പിന്നെ ചില ഭർത്താക്കന്മാരുണ്ട് രാവിലെ ഉണ്ടാക്കിയത് വൈകുന്നേരം കഴിക്കില്ല, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചത് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും ഭാര്യ ആകെ ഇറിറ്റേറ്റഡ് ആവും. അപ്പൊ ഭാര്യയും കുറച്ച് ദേഷ്യത്തിൽ സംസാരിക്കും. ഈ ഒരു സംഗതി സെക്ഷൽ ഇന്റിമസി എന്ന് പറഞ്ഞ സാധനം കുറഞ്ഞു വരും. ഭർത്താവ് തളർന്നിരിക്കുന്നുണ്ട്, ഭർത്താവിനും വലിയ താല്പര്യമൊന്നും ഇതിന് പോകാൻ. അപ്പൊ പറ്റുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കയറുന്ന സമയങ്ങളിൽ ആരെങ്കിലും കുറച്ച് സ്നേഹമോ കുറച്ച് കെയറോ ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് അട്രാക്റ്റഡ് ആവും. അത് ചിലപ്പോ അത് സെക്ഷൽ ഇന്റിമസിയിലേക്ക് വരും. വിത്ത് റിയൽ സ്ട്രേഞ്ചർ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകളൊക്കെ വിനോദന്മാരെന്നാണ് വിചാരിച്ചളയരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ആണുങ്ങളും പറ്റുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഏതെങ്കിലും പെണ്ണുങ്ങളെ സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കാൻ ഇന്റിമസി ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ ഭാര്യയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയോ അവരുമായിട്ട് ഇന്റിമേറ്റ് ആയിട്ട് അവരുമായിട്ടൊരു റിലേഷൻഷിപ്പില് ആവുന്നു. അത് ഭാവിയിൽ പണി ഉണ്ടാക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലത്തെ കേസിലേക്ക് അത് പോകും. കാരണം അത് HIV പോസിറ്റിവിറ്റി എന്തെങ്കിലുമൊക്കെ വന്ന് കഴിയുമ്പോഴേ അറിയുള്ളൂ. കാരണം ഈ 10-40 വയസ്സ് കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോർമലി റൊട്ടീൻ ബ്ലഡ് ടെസ്റ്റിനകത്ത് നമ്മൾ HIV ബാക്കിയുള്ളതൊന്നും ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു സർജറി എന്തെങ്കിലും വേണ്ടി വരുന്ന കാലത്ത് മാത്രമേ ഇവർ അറിയുള്ളൂ. കാരണം HIV ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അറൌണ്ട് 5 to 10 years അത് സൈലന്റ് ആയിട്ടിരിക്കും, ഒരു കുഴപ്പമില്ല, നോർമലായിട്ട് വൈറസ് ഇങ്ങനെ ശരീരത്തിൽ കയറിക്കൊണ്ടിരിക്കും. പനിയും ജലദോഷമൊക്കെ വരുന്നതിന്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ആരും അത് ശ്രദ്ധിക്കില്ല. കാരണം ഞാനൊക്കെ ആ ഫീൽഡിൽ കിടക്കുന്നതുകൊണ്ട് ഇതുപോലെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ HIV ടെസ്റ്റും കൂടെ എഴുതി വിടും. പക്ഷെ ഇപ്പോഴും അതുപോലെ HIV ടെസ്റ്റ് എഴുതാൻ പറ്റൂല, അതിനും പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറയാം.
പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ വിവാഹേതര ലൈംഗിക ബന്ധം അവോയ്ഡ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പണി വീഴും. ഇനിയും ഓക്കെ, ഞാൻ എങ്ങാനും ചെന്ന് പെട്ടു എന്നിരിക്കട്ടെ, ഇതുപോലെ തന്നെ ഒരാളെ പഞ്ചാരടിച്ചിരിക്കുന്ന അവൻ ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ കയറി വന്നു. അങ്ങനെ ഒരു ബന്ധം വേണ്ടി വന്നാൽ കോണ്ടമില്ലാതെ യാതൊരു കാരണവശാലും ഒരു ലൈംഗിക ബന്ധം പാടില്ല. കാരണം കോണ്ടം സേവ്സ്. പണ്ട് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി കൊടുത്തിരുന്ന ഒരു ഇതാണ്, കോണ്ടം സേവ്സ്. എല്ലാവർക്കും അല്ല, അതുപോലെ വേര് ചാടുന്നവർക്ക്. അത് ആദ്യത്തെ കാറ്റഗറിയിലും ഇത് തന്നെ വരും. അതായത് വിവാഹപൂർവ്വ ലൈംഗിക ബന്ധമുള്ളവർ ഇത് തന്നെ ഇതേ മെസ്സേജാണ് പറയാൻ പോകുന്നത്. കോണ്ടം സേവ്സ്, യൂസ് കോണ്ടംസ്. വിവാഹം കഴിഞ്ഞിട്ട് വേലിയാടുന്നവർക്കും ഇതേ മെസ്സേജ് തന്നെ, കോണ്ടം സേവ്സ്. സൂക്ഷിക്കുക. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? ഹോൾ ഫാമിലി നശിക്കുക, ഹോൾ ഫാമിലി. കാരണം ഈ എസ്പെഷ്യലി വിവാഹേതര ലൈംഗിക ബന്ധം എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ പിള്ളേരും ഒക്കെ വലുതാണ്. ആ സമയത്ത് ഒരു HIV പോസിറ്റീവ് ആകുന്ന ഒരു ഡയഗ്നോസ് വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിലടിയായി ആരുടെ അടുത്ത് കൊടുത്തു എന്നൊക്കെ പ്രശ്നങ്ങൾ വരുന്നു. ഡൈവോഴ്സിന്റെ വക്ക് വരെ എത്തുന്നു, അല്ലെങ്കിൽ ഡൈവോഴ്സ് ആവുന്നു. പക്ഷെ ഈ പാവമിച്ച കുഞ്ഞുങ്ങളുടെ കാര്യം ഇപ്പൊ പറഞ്ഞിട്ട് കാര്യം. അതുകൊണ്ട് തന്നെ ബി കെയർഫുൾ. പിന്നെ വേറൊരു കാര്യമുണ്ട്. സാധാരണ നമ്മൾ 18 മുതൽ 58 വരെയുള്ള ആൾക്കാരിലാണ് നമ്മൾ HIV എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരിലാണ് നമ്മുടെ ക്ലാസ്സുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ നമ്മൾ കൂടുതൽ എടുക്കുന്നത്. ഓക്കെ. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 10 വയസ്സാവുമ്പോ തന്നെ കുഞ്ഞുങ്ങള് പീരിയഡ്സ് ആവും. ഒരു വയസ്സിന് പീരിയഡ്സ് ആയവരുടെ ഒരു കുഞ്ഞിന്റെ കഥ ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വായിച്ചു. ആ കുട്ടിയെ വിട്ടെ. പക്ഷെ 10 വയസ്സിന് പീരിയഡ്സ് ആവുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നും ഒക്കെ വളരെ റാമ്പന്റ് ആണെന്ന് നമുക്കറിയാം. കണ്ണട ചെറുട്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ മയക്കുമരുന്ന് ഓരോന്നൊക്കെ അടിച്ചിരിക്കുന്നവർക്ക് 10 വയസ്സെന്നോ 15 വയസ്സെന്നോ 58 വയസ്സെന്നോ ഒരു നോട്ടമില്ല. അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. കാരണം അതുകൊണ്ട് തന്നെ 10 വയസ്സ് പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ പഠിപ്പിക്കണം. നേരത്തെ പണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന സാധനം ഗുഡ് ടച്ച് ബാഡ് ടച്ച്. അനാവശ്യമായിട്ട് തൊടുന്നു തോന്നിയാൽ അവിടുന്ന് ഓടിത്തള്ളുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചില പ്രൊട്ടക്റ്റീവ് പരിപാടികളുണ്ട് ഇവരുടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ. അത് ഞാനിപ്പോ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയുമായിരുന്നു. പക്ഷെ അതൊരു ചെറിയ ഓഡിയൻസ് ആണ്. ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ അത് ഞാൻ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് തൽക്കാലം അത് പറയുന്നില്ല. അത് ചോദിക്കുന്നവർക്ക് ഞാൻ പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കും. അതുപോലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട സമയം. കാരണം 10 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ ഇതുപോലെ ഒരു ദുരുപയോഗം ചെയ്യുന്ന ഒരു കഥ വന്നിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ അടുത്ത കഥ. ഞാൻ പോർട്രസിലെ മെഡിക്കൽ ഓഫീസറായിരുന്നു. അപ്പൊ അന്ന് അവിടെ ഒരു യൂണിയൻ ഉണ്ട്, CPSA എന്ന് പറയുന്ന യൂണിയൻ. അപ്പോൾ അവര് HIV പറ്റി ബോധവൽക്കരണം നടത്തണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പൊ ഇവര് സാധാരണഗതിയിൽ അവർ വർഷത്തിലൊരിക്കൽ ഒരു ക്ലാസ്സോ അതിലൊക്കെ എങ്ങോ ഒതുക്കുന്ന പരിപാടിയായിരുന്നു. പക്ഷെ ഞാൻ വന്നവിടെ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ അവർക്കൊരാഗ്രഹം ഇതുപോലെ അവരുടെ സ്റ്റാഫിനും ക്ലാസ് എടുക്കാൻ ഒക്കണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ ശരിയാക്കാം.
അന്നും നമുക്കവിടെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിന്റെ പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. കാരണം അന്ന് അതിനകത്തുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് അല്ലാതെ തന്നെ അറിയാം, IMA വഴിയും ഒക്കെ ആയിട്ട് അറിയാം. പിന്നെ ഞാൻ ഈ HIV എയ്ഡ്സിന്റെ എൻ്റെ ഇനിഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ അവരുമായിട്ട് പോയി ചെന്ന് പല കാര്യങ്ങളും സംസാരിച്ചു. ഇതൊക്കെ ആക്കി ഞാൻ അന്നൊരു ബുക്ക് എഴുതിയായിരുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടതിനെ തമിഴ്, ഹിന്ദി, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അതിനെ എടുത്തിട്ട് കന്നഡയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അപ്പൊ അതിനൊക്കെ വേണ്ടി ഞാൻ ഇടയ്ക്ക് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. വർഷാവർഷമെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടിയാലേ നമുക്ക് ക്ലാസ് എടുക്കാൻ നേരത്തെ പറയാനൊക്കെ. അപ്പൊ അതിനു വേണ്ടിയൊക്കെ അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ ഡെഫിനറ്റ്ലി ഞങ്ങൾ വന്ന് ക്ലാസ് എടുത്തേക്കാം. അപ്പോൾ ഇവര് എറണാകുളത്ത് നിന്നവര് കോവളത്ത് എവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ പോലെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ 20 പേരെ നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുപോകും. ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്ന് അവർക്ക് എല്ലാ കാര്യങ്ങളും ബേസിക്സ് തുടങ്ങി ഓരോരോ കാര്യങ്ങളെ പറ്റി പഠിപ്പിച്ച് കാര്യങ്ങളായിട്ട് ഒരു 3 day ട്രെയിനിങ് ആണ്. 3 ദിവസത്തെ ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്കും ഫുൾ ഫ്ലെഡ്ജ് HIV പറ്റി, അതുപോലെ HIVയുടെ പ്രോജക്ട്സ് എന്തോന്നൊക്കെ അതായത് നമുക്ക് പറഞ്ഞപ്പോഴേ, അതുപോലെ ഈ പോസിറ്റീവ് സ്പീക്കിങ്, അപ്പൊ ഇതെല്ലാം നമ്മൾ എടുത്തോണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തില് ഇവര് പറഞ്ഞു നമുക്ക് സെക്സ് വർക്കേഴ്സിന്റെ ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്ന് അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ പോയി. 20 പേര് പോയി, ആണും പെണ്ണും ഒക്കെ ഉണ്ട് അവിടെ ചെന്ന്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ അവരെ ഇനിഷ്യലി കുറെ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണോ? അത് നിങ്ങൾ ചോദിക്കും. അപ്പൊ ഈ ഇത് കണ്ടപ്പോ ചില സ്ത്രീകൾക്ക് മേ ബി പറയുന്ന പോലെ അവർക്ക് ഇതൊട്ടും അങ്ങോട്ട് ദഹിക്കാമത്തില്ല, ഇത്രയും കടുത്ത ഒരു കൈ ചെയ്തത്. അപ്പൊ സ്ത്രീകൾ കുറച്ചുപേര് ഇറങ്ങിപ്പോയി, ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് ഒരു കാര്യമുണ്ട്, ഇവർക്കൊരു ചമ്മലായിരിക്കും ചോദിക്കാൻ. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇതുപോലെ തന്നെ നമുക്ക് ആളുകളുടെ പേര് പറയാൻ ഒക്കില്ലല്ലോ. ആ സംഗതി കാരണം നമ്മുടെ തലസ്ഥാനത്തുള്ള ഒരു സംഗതിയാണ്, ഇപ്പോഴും ഉണ്ട്. അത് അവർക്ക് ചില ഗവൺമെന്റ് പ്രോജക്റ്റ് ആണത്. ഗവൺമെന്റ് പ്രോജക്റ്റ്. അതവിടെ ആളുകൾക്ക് ചെല്ലാം, അവർക്ക് ലോക്കേഴ്സ് ഉണ്ട്, സാധനമൊക്കെ വയ്ക്കാം, കുളിക്കാം, അവിടെ പായൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെ കിടന്ന് ഉറങ്ങാം. കാരണം ഇവരൊക്കെ സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡിലും പലയിടത്തും കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് പുറത്തിറങ്ങി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള പൈസയൊക്കെ ഗൂണ്ടകള് പോലീസുകാർ തട്ടിക്കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് ഇവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ലോക്കറിൽ കൊണ്ട് വയ്ക്കും, പൈസ മിനിമം മാത്രമേ വയ്ക്കും. ആരെങ്കിലും വന്ന് പിടിച്ചാലും ഇത്ര പൈസ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർക്ക് തടിയില്ല. അപ്പോൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ പറഞ്ഞ ഒരു കാര്യം സാറേ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്ലയൻസ് വരുന്നത് എന്നാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ പലതും ഓരോരുത്തർ ഓരോന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, സാർ പെൻഷൻ ഡേ ആണ് ഞങ്ങൾക്ക് ക്ലയൻസും. അത് സത്യം പറഞ്ഞ ഒരു ഭയങ്കര ഒരു ഞെട്ടല് തന്നെയായിരുന്നു. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ചാല് ഈ പെൻഷനായവർക്ക് പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ അവരുടെ ഭാര്യമാരുണ്ട്, നാച്ചുറലി പ്രായമായതാണ്. പക്ഷെ അവർക്ക് ഈ സെക്സ്വൽ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കുറയും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? അവര് ഭക്തിമാർഗം പോകും, ഒന്നില് പള്ളിയിൽ പോകും, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകും. അതൊക്കെ പോയി അവര് പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് നിൽക്കും. അല്ലെങ്കിൽ പറ്റുന്നതെന്ന് വെച്ചാല് മക്കള് ഇവരെ കൊണ്ടുപോയി
അമ്മമാരെയാണ് മെയിനായിട്ട് വേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് ബേബി സിറ്റ് ചെയ്യാൻ നോക്കും. അച്ഛന്മാര് ഒറ്റയ്ക്ക്. അപ്പോഴ് അവർക്ക് സെക്സ്വൽ നീഡ്സ് ഉണ്ട്. അവർക്ക് അപ്പൊ എന്ത് ചെയ്യും? ഇവര് ഈ സെക്സ് വർക്കേഴ്സിന്റെ അടുത്ത് വരും. അപ്പോഴ് നമ്മള് ഇതുവരെ HIV ടെസ്റ്റ് ചെയ്തിരുന്ന ആരെയാ? 50-55 വയസ്സിന് മുകളിലുള്ളവർ. ഈ 60 വയസ്സും 65 വയസ്സും 70 വയസ്സും വരെയൊക്കെ ഉള്ളവർക്ക് അവർക്ക് സെക്സ്വൽ പൊട്ടൻസി ഉണ്ട്. അവരിതുപോലെ സെക്സ് വർക്കേഴ്സിന്റെ അടുത്ത് വരുന്നു എന്ന് കണ്ടുപിടിച്ചത് അപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി മാറ്റേണ്ട സമയമായി. നമ്മൾ ഈ ഏജ് ഗ്രൂപ്പിലോട്ടുകൂടെ ഒന്ന് ടെസ്റ്റിംഗ് വ്യാപിപ്പിക്കണം. കാരണം ഇവരൊക്കെ ഇത്രയും പ്രായമായവർക്ക് പിന്നെ ഈ പറയുന്ന പോലെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് മിക്കവാറും അത് ആരും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യൂല അല്ലേ? ഈ പ്രായമായിട്ട് വരുമ്പോഴത്തേക്കും ടെസ്റ്റിംഗ് ഇല്ലാതെ അതാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നത്തെ കഥ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് ഞാനീ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോ ഇത് 3 നിന്നാ നല്ലത്. ഇന്നിപ്പോ തൽക്കാലം ഇവിടെ നിർത്താം. അപ്പൊ ബാക്കി ഇനി അടുത്തൊരു വെടിക്കെട്ടാണ് വരാൻ പോകുന്നത്. അതുകൂടെ കൊണ്ടാണ് ഞാൻ ഇന്ന് നിർത്തിയത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അടുത്ത് പറയാൻ പോകുന്ന ഒരു വെടിക്കെട്ട് കാര്യമാണ്. നാട്ടുകാരെ കൂടെ എന്നെ എടുത്തിട്ട് ഇടിക്കാൻ വരുന്നത്. ഈ പറഞ്ഞില്ലേ, ഇറ്റ്സ് ഫാക്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എൻ്റെ തലയിൽ കുതിര കയറിയിട്ട് കാര്യമില്ല. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറക്കരുത് ലൈക്ക് ചെയ്യാൻ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മണിയടിക്കാൻ മറക്കണ്ട. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.